ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉഴുന്നുവടയാണ് ഉണ്ടാക്കുന്നത്. ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് കിട്ടാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 150 ഗ്രാം ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ പച്ചരി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകി നമുക്ക് കുതിർത്താനായി മാറ്റിവെക്കാം. 4 മണിക്കൂറിന് ശേഷം നമുക്ക് എടുക്കാം. 4 മണിക്കൂറൊക്കെ ആയി. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞതിന് ശേഷം വെള്ളം തീരെ ഇല്ലാതെ തന്നെ നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ തിക്കായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് ഒരു 2 മണിക്കൂർ ഒന്ന് നമുക്ക് പൊങ്ങാനായി മാറ്റി വയ്ക്കാം. 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായി അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ചതച്ചെടുത്ത കുറച്ച് കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട്, അതൊന്നും ചതച്ചതൊന്നും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വട കഴിക്കുമ്പോൾ ഇടയിൽ കൂടെ ഇങ്ങനെ കുരുമുളക് കടിക്കണ്ടേ, അതിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റും കിട്ടും. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു നുള്ള് സോഡാപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, അതും കൂടി ചേർത്ത് നല്ലതുപോലെ നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വട ചുട്ടെടുക്കാം. ഒരു ചായ അരിപ്പ് അങ്ങനെയുള്ള ഒരു അരിപ്പ് എടുത്തിട്ട് നമുക്ക് അതിലിത്തിരി കുറച്ച് എണ്ണയൊക്കെ തൂക്കി കൊടുക്കുക. എന്നിട്ട് കൈ നമ്മൾ വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് വേണം നമ്മൾ മാവെടുത്ത് ആ അരിപ്പയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ ഉഴുന്നുവടൻ്റെ ഷേപ്പൊക്കെ ആക്കി കൊടുക്കുക. അപ്പം നമ്മൾ എണ്ണയൊക്കെ നന്നപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് മെല്ലെ നമുക്കിത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മുടെ വട ഇട്ട് കൊടുത്തില്ല. ഇങ്ങനെ നമ്മൾ എളുപ്പത്തിൽ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഇടുമ്പോൾ നമ്മുടെ കൈക്ക് എണ്ണ വരാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കൈക്ക് എണ്ണയൊന്നും ആവില്ല, നമ്മൾ സേഫാണ്. അപ്പം ഇത് ഒരു സൈഡ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് നല്ല തീയൊക്കെ കൂട്ടി വെച്ച് കൊടുത്താൽ നമ്മുടെ വട പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പം മെല്ലെ ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ട് ഒരു ഗോൾഡൻ നമ്മുടെ നല്ല ഉഴുന്നുവടൻ്റെ കളറൊക്കെ ആയി കിട്ടുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇതാ നമ്മുടെ ഉഴുന്നുവടയൊക്കെ നല്ലപോലെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറായിട്ടുള്ള ഉഴുന്നുവടയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റിൽ പറയണം കേട്ടോ. ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.